ആദ്യമായിട്ടാണ് സിസ്റ്ററിന്ന് ഞാൻ കണ്ടത്. പക്ഷെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കൂടെ സിസ്റ്റർ ഉണ്ട്. നിങ്ങൾ വരുമ്പോഴും ഞാൻ ആദ്യം മുൻപിൽ ഞാൻ ചോദിക്കുക സിസ്റ്ററെയാണ്. സിസ്റ്റർ അടുത്ത എൻ്റെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ എനിക്ക് എന്താ പറയുക ഇമോഷണൽ ആവണം. കാരണം സിസ്റ്റർ അത്രയും സിസ്റ്റർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. നമസ്കാരം, ഓം ശാന്തി. എൻ്റെ ലൈഫിലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും ഇന്ന്. കാരണം ഒരു ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇത്രയും എന്താ പറയുക പ്യുവറായിട്ടുള്ള സോൾസിൻ്റെ കൂടെ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ശിവ സിസ്റ്റർ അടുത്ത് നന്ദി പറയാണ്. 2 ദിവസം മുൻപാണ് സിസ്റ്റർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പത്മനാഭ സ്വാമിയുടെ ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാനവിടെ പത്മനാഭൻ്റെ അമ്പലം അടച്ചു. ഞാനവിടെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് സിസ്റ്റർ വിളിക്കുന്നത്. വിളിച്ച് സിസ്റ്റർ ഇങ്ങനെ ഒഴിവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഒഴിവാണ്, ഞാൻ വരാം, അന്നെൻ്റെ പിറന്നാൾ ബർത്ത്ഡേയും കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഒബ്വിയസ്ലി സിസ്റ്ററുടെ യൂട്യൂബ് ചാനൽസിലൂടെയാണ് ഞാൻ സിസ്റ്ററെ പരിചയപ്പെടുന്നത്. 2019 തൊട്ട് ഇന്ന് വരെ എനിക്ക് അറിഞ്ഞോ അറിയാതെയോ സിസ്റ്റർ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് സിസ്റ്ററിന്ന് ഞാൻ കണ്ടത്. പക്ഷെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കൂടെ സിസ്റ്റർ ഉണ്ട്. കാരണം പല ഡിസിഷൻസ് വരുമ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ആദ്യം മുൻപിൽ ഞാൻ ചോദിക്കുക സിസ്റ്ററെയാണ്. സിസ്റ്റർ അടുത്താണ് ഫോം വിളിക്കുക. അത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി, ഞാൻ ആലോചിക്കുക എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി എപ്പോൾ മെസ്സേജ് അയച്ചാലും അതിന് റിപ്ലൈ ഉണ്ടായിരിക്കും. അതൊരു ചെറിയൊരു ക്വാളിറ്റി അല്ല. ഞാനൊക്കെ ആലോചിക്കും അത് എങ്ങനെയാണ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ആ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ എനിക്ക് സിസ്റ്ററെ ഉപദേശങ്ങൾ എനിക്ക് ലൈഫ് എന്നെ എന്താ പറയുക അത്രയും എന്താ പറയുക ഇമോഷണൽ ആവണം. കാരണം സിസ്റ്റർ അത്രയും സിസ്റ്റർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അത്രയും എനിക്ക് അത്രയും എൻ്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ സിസ്റ്റർ ഇന്ന് കണ്ടപ്പോൾ എന്താ പറയുക എനിക്ക് ഞാൻ എപ്പോഴും കാണണം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് നടന്നത്. അതും എൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ ശിവഭഗവാന്റെ എനിക്ക് ശിവൻ എന്ന് പറഞ്ഞാൽ നൃത്തം ഞാൻ അഭ്യസിക്കുന്നത് കൊണ്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത് നമഃശിവായ മാത്രമേ എനിക്ക് എപ്പോഴും ഞാൻ ഉള്ളിൽ നിന്നും കേൾക്കുന്നൊരു നാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെയാണ്. അപ്പം അങ്ങനെയൊരു പരമാത്മാവിൻ്റെ എന്താ പറയുക ഈ ഒരു സ്ഥലത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ കണ്ടൊരു ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും.